തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണ ചൂടിലാണ് മുന്നണികൾ. സംസ്ഥാന സർക്കാരിന്റെ വികസനം മുൻനിർത്തി LDF സ്ഥാനാർത്ഥികൾ വോട്ട് തേടുമ്പോൾ പ്രതിസന്ധിയിലാണ് UDF NDA മുന്നണികൾ. 75,644 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട ചൂടേറിയ പ്രചരണമാണ് സംസ്ഥാനത്തുടനീളം. 2 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ശേഷിക്കുന്നത് 3 ദിവസങ്ങൾ മാത്രമാണ്. 7-ന് പരസ്യപ്രചരണം അവസാനിച്ച് 8-ാം തീയതി നിശബ്ദ പ്രചരണം പൂർത്തിയാക്കി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ഡിസംബർ 9-ന് പോളിംഗ് ബൂത്തിലേക്കെത്തും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-ാം തീയതിയാണ് വോട്ടെടുപ്പ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്ന ഉറപ്പു നൽകിയാണ് LDF പ്രചരണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മുന്നണിക്കകത്തെ പടലപ്പിണക്കങ്ങളും തുടങ്ങി വിമത സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് UDF. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. NDAയിൽ എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്താനും കഴിഞ്ഞിട്ടില്ലെന്നത് മുന്നണിയിലും ജനങ്ങൾക്കിടയിലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. 75,644 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ മത്സരരംഗത്തുള്ളത്. 2 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ 13-നാണ് ഫലപ്രഖ്യാപനം നടക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.